ഓം ശാന്തി. ഒരു ദിവസത്തിൽ ഇപ്രകാരം പലതവണ, കഴിയുമെങ്കിൽ ഓരോ 1 അവറിലും 1 മിനിറ്റ് 30 സെക്കൻഡ് ദേഹത്തുനിന്ന് വേറിടാനും അടുത്ത 30 സെക്കൻഡ് അച്ഛനും അമ്മയുമായ സർവേശ്വരൻ്റെ കരങ്ങൾക്കുള്ളിൽ ഈശ്വരീയ ശക്തി ഫീൽ ചെയ്യാനും കഴിഞ്ഞാൽ വൈകുന്നേരമാകുമ്പോഴേക്കും പലതുള്ളി പെരുവെള്ളം, ഒരു നല്ല സമ്പാദ്യം, ആത്മശക്തിയുടെ ഒരു വലിയ സമ്പാദ്യം കൊടുക്കുക നമുക്ക് ഡെയിലി ശേഖരിക്കാം. അതെല്ലാ കാര്യങ്ങളിലും നമുക്ക് സഹായകമാകും. ഏത് സാഹചര്യങ്ങളെ ഫേസ് ചെയ്യാനും ഓരോ 1 അവറിലും കഴിഞ്ഞുപോയ 1 അവർ ചെക്ക് ചെയ്യാനും വരാൻ പോകുന്ന 1 അവറിലേക്ക് നേരത്തെ കൂട്ടി തയ്യാറാകാനും അൺഎക്സ്പെക്റ്റഡായിട്ട് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴും മനസാന്നിധ്യത്തോടെ നല്ല തീരുമാനങ്ങളെടുക്കാനും ഈ 1 മിനിറ്റിൻ്റെ അഭ്യാസം നമ്മളെ സഹായിക്കും. ചെയ്യുന്നത് 1 മിനിറ്റാണ്, പക്ഷേ അത് നമ്മുടെ ജീവിതത്തിന് നൽകുന്ന മൂല്യം വളരെ വലുതാണ്. ഈ പ്രാക്ടീസിന് ജാം എന്ന് പറയും. JAM, ജസ്റ്റ് എ മിനിറ്റ്. ഇത് നമ്മുടെ ദിനചര്യയാക്കി പ്രാക്ടീസ് ചെയ്ത് നോക്കും. എങ്ങനെ ദാഹിക്കുമ്പോഴൊക്കെ വെള്ളം കുടിക്കുന്നു, അതേപോലെ ഒരു ഡിസിപ്ലിൻ ലൈഫിൽ ഉണ്ടാക്കി വയ്ക്കുക. ഇവിടെ ദാഹം പോലെ ഇവിടെയും ദാഹമുണ്ട്. ഈ ശരീരത്തിന് വെള്ളം വേണം, കാരണം ശരീരത്തിൽ 72% വെള്ളമാണ്. അതേപോലെ മനസ്സ് ദാഹിക്കുന്നുണ്ട് സുഖശാന്തിക്ക്. ആ ദാഹം മനസ്സിലാക്കി ദാഹം ശമിപ്പിക്കാനുള്ള വെള്ളം കൊടുക്കാൻ ഈ ഓരോ മിനിറ്റിൻ്റെ പ്രാക്ടീസ് തന്നെ നമുക്കൊരു വലിയ ലാഭമായിട്ട് മാറും. ഇന്നത്തെ നമ്മുടെ ഏറ്റവും സുന്ദരമായ, സർവശ്രേഷ്ഠമായ, മഹത്വപൂർണമായ വിഷയമാണ്. നാളെ കർക്കിടക വാവ് ബലി തർപ്പണ ദിനമാണ്. പിതൃബലി എല്ലാവരുടെ ഉള്ളിലും ഇന്ന് രാവിലെ മുതലേ സങ്കല്പങ്ങൾ വന്നിട്ടുണ്ടാവും. നാളെ വാവാണ്, പിതൃബലി അർപ്പിക്കണം. ചിലർക്ക് പിതൃബലിക്കുള്ള സാഹചര്യങ്ങളുണ്ടാവും, ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച്. ചിലർക്കതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ കൊറോണ കാലമാണ്. നമുക്ക് എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ കഴിഞ്ഞ വർഷമൊന്നും അനുവദിച്ചിട്ടേ ഉണ്ടായിരുന്നില്ലല്ലോ. കൂട്ടായ്മയോടുകൂടി പിതൃതർപ്പണ തീർത്ഥസ്ഥാനങ്ങളിലൊക്കെ ചെയ്യാൻ അനുവാദമേ ഉണ്ടായിരുന്നില്ല, അല്ലേ? അതിൽ വിഷമിക്കാതെ തന്നെ നമുക്കെല്ലാവർക്കും ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ എവിടെയാണെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് എങ്ങനെ പിതൃതർപ്പണം ചെയ്യാം, അതിനുള്ളൊരു തയ്യാറെടുപ്പ് ഇന്ന് ചെയ്ത് ഇന്ന് ട്രയൽ നാളെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയും. ലോകത്തിൻ്റെ ഏത് കോണിലാണ് നിങ്ങളിരിക്കുന്നതെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാം. അതിനാദ്യം നമ്മളെന്താണ് പിതൃബലി എന്ന് അതിൻ്റെ ആത്മീയ ഭാവത്തിൽ നമുക്ക് മനസ്സിലാക്കണം. കുട്ടിക്കാലം മുതലേ നമ്മൾ വീട്ടിലാരെങ്കിലും മരിച്ചാൽ 16 ദിവസം ബലിയിട്ട് കണ്ടിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ബലിയർപ്പണം നടത്തും. എന്തിനാണ്? ഹിന്ദു ആചാരപ്രകാരം നമുക്കെല്ലാവർക്കും അറിയാം, ഒരാൾ മരിച്ച ആ ബോഡി നമ്മൾ കത്തിച്ച് കളയാണ് ചെയ്യുക. കാരണം എന്താണ്? മണ്ണിൽ മറവ് ചെയ്യില്ല. ആ ആചാരത്തിൻ്റെ പിന്നിൽ തന്നെ വളരെയൊരു അർത്ഥമുണ്ട്. ബോഡി സംസ്കരിക്കുക അർത്ഥം ശരീരത്തിൽ നിന്ന് ആത്മാവ് ഇറങ്ങിപ്പോകുമ്പോൾ ആ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ശരീരം നമ്മൾ കത്തിക്കുന്നത് കാണുമ്പോൾ, ഫീൽ ചെയ്യുമ്പോൾ പഴയ ശരീരത്തോടും ശരീരത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ദേഹധാരികളോടും ആ സ്ഥലം, സാധനം,
താൻ ചെയ്ത പല കാര്യങ്ങളും എല്ലാത്തിനോടും അറ്റാച്ച്ഡ് ആയിരിക്കുമല്ലോ നമ്മൾ. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ശരീരത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വരിക, അല്ലേ? ചിലപ്പോൾ രോഗം കൊണ്ടാകും, ചിലപ്പം വളരെ നാൾ കിടന്നിട്ടാകും, അല്ലേ? ചിലപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ആക്സിഡൻ്റ് ആകും, ചിലപ്പോൾ കൊലപാതകമാകും, ആത്മഹത്യയാകും, നിമിത്തം എന്തോ ആയിക്കോട്ടെ, മരണത്തിന് ഏത് കാരണത്താൽ ആത്മാവ് ശരീരത്തിൽ നിന്ന് ഇറങ്ങിയാലും ശരീരവുമായി അറ്റാച്ച്ഡ് ആയതുകൊണ്ട് ഡിറ്റാച്ച്മെൻറ്റിന് കുറച്ച് സഹായം ആവശ്യമുണ്ട്. കാരണം പറയാറുണ്ട് നമ്മുടെ ശാസ്ത്രങ്ങളിൽ, നമ്മൾ ബലിയിടുന്നത് ആ ജീവശക്തിക്ക് വേണ്ടിയിട്ടാണ്. കാരണം ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓൾറെഡി ഒരു ശരീരത്തിലായിരുന്നല്ലോ നമ്മൾ, അതുമായിട്ട് അറ്റാച്ച്ഡായി ജീവശക്തി ആ സൂക്ഷ്മമായൊരു വൈൻഡപ്പ് ചെയ്യണം. എന്നിട്ട് അടുത്ത ശരീരത്തിലേക്ക് പോകാൻ നമ്മൾ ഈ കഴിഞ്ഞ 10-20 ദിവസങ്ങൾ കൊണ്ട് മനസ്സിലാക്കി, ആത്മാവ് ശരീരത്തിൽ നിന്ന് ഇറങ്ങണത് എന്തിനു വേണ്ടിയിട്ടാണ്? അടുത്ത ശരീരം എടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? മരണം ജനനത്തിനായിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ സൂക്ഷ്മതയിൽ നമുക്ക് എങ്ങനെ ശരീരത്തിൽ നിന്ന് വിടുന്നോ ഈ ബോഡി കത്തിക്കുന്ന അതേപോലെ സൂക്ഷ്മമായൊരു വൈൻഡപ്പ് വേണം. അടുത്ത, അല്ലേ, സൂക്ഷ്മമായൊരു തയ്യാറെടുപ്പ് വേണം. അടുത്ത എവിടേക്കാണോ പോകുന്നത്, ആ അമ്മയുടെ ഗർഭത്തിലേക്ക്, ആ കുടുംബത്തിലേക്ക്, അല്ലേ, പോകാനൊരു സൂക്ഷ്മ തയ്യാറെടുപ്പിനൊരു ഹെൽപ്പാണ് നമ്മൾ ബോഡി കത്തിക്കുന്നതോടുകൂടി ഒരു അവയർനെസ് ഉണ്ടാകുകയാണ്. ഇത് പോയി ഇവിടുന്ന് എനിക്ക് പോകണം. അടുത്ത അവയർനെസ് എന്താണ്? രണ്ടാമത്തത് നമ്മൾ 13 ദിവസത്തെ 16 ദിവസത്തെ ബലിയർപ്പണം ചെയ്യുമ്പോൾ അവിടെ നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? മനസ്സാ നമ്മൾ യാത്രയയപ്പ് കൊടുക്കാൻ. ആ 16 ദിവസം കൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ തയ്യാറാക്കിയിട്ട് അവരുടെ അടുത്തു നിന്നുള്ള വേർപാട് നമ്മൾ അവരെ യാത്രയാക്കാൻ നമ്മളെ തയ്യാറാക്കാൻ പറയണം. അവർ സുഖമായിട്ട് പോട്ടെ, എവിടെയാണോ അടുത്ത ജന്മം അവിടെ സുഖമായിട്ട് പോയിട്ട് ജന്മം എടുക്കട്ടെ, നല്ലൊരു കുടുംബത്തിൽ നല്ലൊരു ജന്മം, അല്ലേ? ഇവിടുന്ന് നമ്മൾ അവരോട് ഒന്ന് യാത്രയയപ്പ് കൊടുക്കുകയാണ്. രണ്ടാമത് നമ്മൾ അവരോട് പ്രതിജ്ഞ ചെയ്യുകയാണ്, അവശേഷിപ്പിച്ചു പോയ കാര്യങ്ങളെല്ലാം ഞങ്ങളെല്ലാവരും ചേർന്ന് ചെയ്യാം. അപ്പോൾ നമ്മൾ അവർക്കൊരു യാത്രയയപ്പ് സമാധാനത്തോടെ കൊടുത്ത് അവരെ വിടുക, പൂർണ്ണമായിട്ടും വിടുക. അതിനാണ് 16 ദിവസം നമ്മളോട്, അല്ലേ, ഈ ബലിയർപ്പണം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ലക്ഷ്യം അതാ. ബാക്കി ആചാരങ്ങൾ നമ്മൾ പൂക്കൾ ഉപയോഗിച്ചാണെങ്കിലും അരി ഉപയോഗിച്ചിട്ടാണെങ്കിലും ചോറാണ് ശ്രാദ്ധത്തിന് സമർപ്പിക്കുന്നതെങ്കിൽ എന്തൊക്കെയാണോ ബലിക്ക് ഉപയോഗിക്കുന്നത്, ബലിച്ചോറാണെങ്കിലും ബാക്കി ഈ ചടങ്ങുകളെല്ലാം ചെയ്യുമ്പോൾ മനസ്സ് നമ്മളിപ്രകാരം നമ്മളെ തയ്യാറാക്കാൻ വേണ്ടി ആണിതെല്ലാം ചെയ്യണം. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താവും? മനസ്സതിലെല്ലാം ബിസിയാകും. വിചാരങ്ങൾ, അല്ല, ഓരോ മന്ത്രങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നതിൻ്റെ അർത്ഥം അതാണ്. ആ ഡിറ്റാച്ച്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. എന്നാലേ അവർക്ക് സ്വസ്ഥമായിട്ട് പോകാൻ പറ്റൂ. അതിനുശേഷം നമ്മൾ വർഷാവർഷം ചെയ്യും. അതിനെയാണ് പിതൃബലി പറയുന്നത്, പിതൃതർപ്പണമെന്ന് പറയുന്നത്, അല്ലേ? പിതൃബലി ആ വാക്ക് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോഴാണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഫീൽ ചെയ്യാം. പിതൃ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പിതൃക്കൾക്ക് ചെയ്യണം എന്നാണ് പറയാം. അതിൽ നമ്മുടെ മുത്തശ്ശനായാലും മുത്തശ്ശിയാണെങ്കിലും അമ്മയാണെങ്കിലും മാതൃബലി എന്ന് പറയില്ല, പിതൃബലി. പിതൃ ശബ്ദം സംസ്കൃതാണ്. ആ സംസ്കൃത ശബ്ദത്തിൻ്റെ അർത്ഥം പൂർവികരെന്നുള്ളത് മാത്രമാണ്. നമ്മുടെ ആൻസസ്റ്റേഴ്സ് പൂർവികർക്കായി ചെയ്യുന്നത്, അല്ല, തർപ്പണം, സമർപ്പണം. അപ്പോൾ പൂർവികർക്കായി ചെയ്യുന്ന സമർപ്പണത്തിൻ്റെ പേരാണ് പിതൃബലി. ആരാ നമ്മുടെ പൂർവികർ? ഒന്ന്, അല്ലേ, നമുക്ക് ജന്മം തന്നവരുണ്ടാവും, നമ്മുടെ മുതിർന്നവരുണ്ടാവും. പിതൃബലി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചുപോയി അവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതുകൊണ്ടാണ് ബലിയുടെ മന്ത്രത്തിൽ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പിതാമഹ പ്രപിതാമഹൻ. അത് അച്ഛനാകാം, മുത്തശ്ശനാകാം, മുത്തശ്ശൻ്റെയും മുത്തശ്ശനാകാം, അങ്ങനെ പൂർവിക പരമ്പരകൾ അവർക്ക് വേണ്ടിയിട്ടാണ്. ഇതതിൻ്റെ കാരണം. നമ്മൾ വിചാരിക്കും, നമ്മൾ മനസ്സിലാക്കും, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ മരിച്ചിട്ടുണ്ട്, നമ്മൾ ബലിയിടുമ്പോൾ വിചാരിക്കും നമ്മൾ അവരുടെ ആത്മാവിന് വേണ്ടി ബലിയിടാണ്. പക്ഷേ അവർ നമ്മുടെ വീട്ടിൽ ഒരു 50 വർഷം അല്ലെങ്കിൽ 60 വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമുക്കെന്ത് തോന്നും? അവർ നമ്മുടെ സ്വത്താണ്.
നമ്മുടെ സ്വത്താണ് ആ സമയം. പക്ഷെ ആ സമയത്ത് ആ ശരീരത്തിൽ ആത്മാവിരിക്കുന്ന, അതിനെയാണ് ജീവശക്തി പറയണത്. ആ 60 വർഷം മാത്രമാണ് അവർ നമുക്ക് സ്വന്തം. ആ 60 വർഷത്തിന് മുമ്പ് ആത്മാവ് എവിടെയായിരുന്നു? നമ്മൾ ആത്മാരാമൻ്റെ ജീവിതയാത്ര കണ്ടുവല്ലോ. അതിനു മുമ്പ് ഇതുപോലെ പല ശരീരങ്ങൾ, പല കുടുംബങ്ങളിൽ, പല ബന്ധങ്ങൾ, പലർക്കും അവർ അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, സഹോദരിയായിരിക്കാം, ഹസ്ബൻഡായിരിക്കാം, വൈഫായിരിക്കാം. അനേക യാത്രകൾ അല്ല, വസ്ത്രം മാറി മാറിയാണ് ഇപ്പോഴത്തെ 50 വർഷം അല്ലെ 60 വർഷം നമ്മുടെ കൂടെ ജീവിച്ചത്. ഇനി ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷവും അവർ അല്ല, ഇപ്പം നമ്മൾ അവർക്ക് വർഷാവർഷം ബലിയിടുന്നു. 10ാമത്തെ വർഷമാണ് ഇതെന്ന് വിചാരിച്ചോളൂ നമ്മുടെ അടുത്തുനിന്ന് പോയിട്ട്. ഈ 10 വർഷം കൊണ്ട് ചിലപ്പോൾ അവർ 2-3 ജന്മം എടുത്തിട്ടുണ്ടാവും. കാരണം ചിലർ നിങ്ങൾ കണ്ടിട്ടില്ലേ, ആത്മാവ് ഗർഭത്തിയിരിക്കെ തന്നെ കുട്ടി ആയിരിക്കുമ്പോൾ 9 മാസത്തിൽ മരിക്കുന്നവരുണ്ട്. അപ്പോൾ 9 മാസം കൊണ്ട് ഒരു ജന്മമായി. വീണ്ടും പുറത്ത് വന്ന് ചിലപ്പോൾ ഒരു കുട്ടിയായി ജനിച്ച് അല്ലേ 5 വയസ്സിൽ പോയി എന്നിരിക്കാം, അല്ലേ ചിലർ 10 വയസ്സിൽ മരിച്ചെന്നിരിക്കാം. നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ കുട്ടികളായിരിക്കുമ്പോൾ. അപ്പോൾ 1, 2, 3 ചിലപ്പോൾ ഈ 10 വർഷത്തിലുള്ള എത്ര ജന്മങ്ങൾ അവർ മാറി മാറി എടുത്തു എന്ന് നമുക്കറിയില്ല. അതിൻ്റെ ഇടയിൽ അവർ ആൺകുട്ടിയായിട്ടോ പെൺകുട്ടിയായിട്ടോ ഏതെല്ലാം ഭവനങ്ങളിൽ പോയിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മുടെ അടുത്തുനിന്ന് പോയാളൊരു 30 വർഷമായി എന്ന് വിചാരിച്ചോളൂ. 30ാമത്തെ വർഷം ബലിയിടുമ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ആ ആത്മാവ് അനേക ഭവനങ്ങളിൽ അനേകരുടെ സ്വന്തമായി അനേക ഭാഗങ്ങൾ അഭിനയിച്ച് കടന്നുപോയി. അവരെല്ലാം ബലിയിടും, നമ്മളും ബലിയിടും, അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ശരീരത്തിൽ നിന്നൊരു ആത്മാവ് പോയി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പിതൃതർപ്പണം കേവലം നമ്മുടെ വീട്ടിൽ നിന്ന് മരിച്ച ഒരാൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ബലി ചെയ്യുമ്പോൾ നമുക്ക് അവരെ സ്മരിക്കും, നമ്മൾ അവർക്ക് വേണ്ടിയുള്ള സമർപ്പണം നമ്മൾ ചെയ്യും, അല്ലേ? പക്ഷേ അതിനോടൊപ്പം നമുക്ക് ഓർമ്മ വേണം, അവർ അല്ലേ നമ്മുടെ മാത്രം സ്വത്തായിട്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ഓരോ ആത്മാവും പൊതു സ്വത്താണ്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സത്സംഗത്തിൽ മനസ്സിലാക്കിയില്ലേ, ഈ യൂണിവേഴ്സൽ ബാങ്കിലെ ഇടപാടുകാരാണ് നമ്മളോടൊപ്പം ഇടപാട് പോലെ അവർക്ക് അനേകരോടൊപ്പം ഇടപാടുണ്ട്. അപ്പം നമ്മളവർ ശരീരം വിട്ടിട്ട് 30 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോൾ നമ്മൾ അവരെക്കുറിച്ച് ഓർമ്മിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കണേ? 30 വർഷത്തിനിടയിൽ അവരെവിടെയാണോ ജന്മം എടുത്ത് എവിടെയൊക്കെ പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കണോ, അതിലൊരു ജന്മമായാലും 2 ജന്മമാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോഴും കണ്ണീര് വാർത്തുകൊണ്ടാണ് ബലിയിടുന്നതെങ്കിൽ, അവരെ ഓർമ്മിക്കുമ്പോഴൊക്കെ വിഷമിക്കുകയാണെങ്കിൽ, അയ്യോ 4 പോയല്ലോ. നമുക്ക് ചിലപ്പോൾ ഹസ്ബൻഡായിരിക്കും, ചിലപ്പോൾ നമ്മുടെ പുത്രനായിരിക്കും, നമുക്ക് തീവ്ര ദുഃഖം ഉണ്ടാവും ഓർമ്മ വരുമ്പോൾ. പക്ഷെ നമ്മുടെ ഓരോ കണ്ണീരും ഓരോ ദുഃഖവും അതുണ്ടാക്കുന്ന വൈബ്രേഷൻ ആ ആത്മാവ് ഇപ്പോൾ എവിടെയാണോ, എവിടെല്ലാം പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കണോ, അവരുടെ ജീവിത യാത്രയ്ക്ക് മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരെ കാലെ പിടിച്ച് നമ്മൾ പിന്നോട്ട് വലിച്ച് എങ്ങനെയുണ്ടാവും നടന്നു പോകുന്ന ഒരാളെ? അതേ അവസ്ഥയായിരിക്കും. അതുകൊണ്ട് ശരിയാണ് എന്നാൽ ചോദിക്കും, നമ്മുടെ കൂടെ ജീവിച്ചിരുന്നവരെ നമുക്ക് ഓർമ്മ വരില്ലേ? സ്നേഹം വരില്ലേ? അവരെ ഓർമ്മിച്ച് കരയണ്ടേ? തീർച്ചയായിട്ടും അവരോട് നമുക്ക് സ്നേഹം ഉണ്ടാവും. പക്ഷേ പിതൃതർപ്പണത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരെ ഓർമ്മിച്ച് കരയാനല്ല, ദുഃഖിച്ചിട്ട് കരയാനല്ല. പിന്നെയോ അവർക്കോടുള്ള നമ്മുടെ സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്? ജീവിച്ചിരുന്നപ്പം നമ്മൾ അവരോട് കാണിക്കേണ്ട കടമകൾ വേറെ, മരിച്ചതിന് ശേഷം ചെയ്യേണ്ട കടമ വേറെ. 2 രണ്ടാണ്. ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ പരസ്പരം എന്ത് ചെയ്യേണ്ടത്? സുഖം കൊടുക്കേണ്ടത്, സന്തോഷം കൊടുക്കേണ്ടത്, സമാധാനം കൊടുക്കേണ്ടത്, പരസ്പരം നല്ല ബന്ധത്തിലിരിക്കേണ്ടത്. ശരീരം വിട്ടതിന് ശേഷം, മരണാർത്ഥം ആത്മാവ് ശരീരം വിട്ടു, അതിനുശേഷം നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാവുന്നത് എന്താണ്? അല്ല, അവർ ഈ യാത്രയായപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുക. അവരോട് കാണിക്കേണ്ട ഏറ്റവും വലിയ ദയ അവരെ പ്രതി വേദനിക്കാതിരിക്കുക. പകരം അവരെ ഓർമ്മ വരുമ്പോൾ പിതൃതർപ്പണത്തിൽ നമുക്ക് ചെയ്യാവുന്നത് എന്തൊക്കെയാണ്? വ്യക്തിപരമായി നമുക്ക് ആരുടെ വേർപാട് കൊണ്ടാണോ വേദന അനുഭവിക്കണം, അത് നമ്മുടെ ബന്ധുക്കളാകാം, മിത്രമാകാം, അല്ലെ ആരായിക്കോട്ടെ, നമ്മുടെ പ്രിയപ്പെട്ടവർ ആര് തന്നെ ആയിക്കോട്ടെ, അതിൽ നമുക്ക് 4-5 കാര്യങ്ങൾ ഏറ്റവും പ്രധാനമാണ്. പിതൃതർപ്പണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായിരിക്കണം? പിതൃതർപ്പണം ഉപകാരസ്മരണയാണ്. പിതൃതർപ്പണം നന്ദിയാണ്. പിതൃതർപ്പണം
നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കലാണ് പിതൃതർപ്പണം. നമ്മുടെ ആദരവ് സമർപ്പിക്കലാണ് പിതൃതർപ്പണം. നമുക്ക് ചില പ്രതിജ്ഞ, കടപ്പാട് നിറവേറ്റാനുള്ള അവസരമാണ് പിതൃതർപ്പണം. ഒപ്പം നമ്മുടെ ചില പശ്ചാത്താപത്തിൻ്റെ ഭാരം ഇറക്കി വയ്ക്കുക. ഈ 6 കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റാണ്. അതിലാദ്യത്തേത് നമ്മൾ നടത്തേണ്ട പിതൃതർപ്പണം. ഈ സമസ്ത പ്രപഞ്ചത്തോടും, അതുകൊണ്ടാണ് ആ മന്ത്രത്തിൽ അങ്ങനെ പറയണേ, പിതാമഹൻ, പിതാവ്, പിതാമഹൻ, പ്രപിതാമഹൻ, സർവപൂർവികരോടും. സർവപൂർവികരെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് പോയവർ മാത്രമല്ല, മരിച്ചു പോയവർ മാത്രമല്ല, നമ്മുടെ മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും ഒന്നും നമ്മൾ കണ്ടിട്ട് പോലുമില്ല. അവരുടെയും മുത്തശ്ശൻ, അവരുടെയും മുത്തശ്ശൻ, അവരുടെയും മുത്തശ്ശൻ, അങ്ങനെ ബാക്കിലേക്ക് പോയാൽ ഈ മുഴുവൻ വിശ്വത്തിൽ എത്ര പേരുണ്ടോ, ഈ സമസ്ത ലോകത്തിലുള്ള അനേകരോടൊപ്പം നമുക്ക് ഇടപാടുണ്ടെന്നർത്ഥം ഇല്ലേ? അറിയില്ലല്ലോ നമുക്ക് ആരൊക്കെയായിരുന്നു ഈ നാടകശാലയിലുള്ള ആരൊക്കെ, ഏതൊക്കെ ജന്മം നമുക്ക് അച്ഛനായിരുന്നു, അമ്മയായിരുന്നു, അറിയോ? ഇപ്പം ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ പിതൃബലി സമർപ്പിക്കുകയാണെന്നിരിക്കട്ടെ നമ്മുടെ മുത്തശ്ശന് വേണ്ടി. ചിലപ്പോൾ ആ മുത്തശ്ശൻ്റെ ആത്മാവായിരിക്കും ഇപ്പം നമ്മുടെ വീട്ടിലെ മകൻ. നമുക്കറിയ പോലും ഇല്ല. നമ്മളിവിടെ ബലി ഇട്ടുകൊണ്ടിരിക്കും, ചിലപ്പോൾ ആ ആത്മാവ് തന്നെ നമ്മുടെ വീട്ടിൽ മകനായിട്ടോ പേരക്കുട്ടിയായിട്ടോ ജനിച്ചിട്ടുണ്ടാവും. അതുപോലെ നമുക്കറിയില്ല. നമ്മളിവിടുന്ന് അങ്ങോട്ട് ബലിയിടും അല്ലേ, മകൻ അടുത്ത ആൾക്ക് ബലിയിടും അല്ലേ? മനസ്സിലാവണില്ലേ? കാരണം എന്താ? നമ്മൾ ആത്മാവാണ്. ആത്മാവിന് നാശമില്ല. അതുകൊണ്ട് ശരീരം വിട്ട് നമ്മൾ ശരിക്കും ബലി കൊടുക്കുന്നതാർക്ക്? ആത്മാവിനെന്ന് പറഞ്ഞാൽ ചെയ്യണേ. ശരിക്കും പറഞ്ഞാൽ ആത്മാവിനല്ല നമ്മൾ ചെയ്യണേ. പിന്നെയോ ആത്മാവ് ഏത് ശരീരത്തിലിരുന്ന് ഏത് പാർട്ട് അഭിനയിച്ചോ ആ പാർട്ടിനാണ്, ആ റോളിനാണ് നമ്മുടെ കൂടെ അഭിനയിച്ച ആ വ്യക്തിക്ക്, ആ വ്യക്തിത്വത്തിനെയാണ് നമ്മൾ ഓർമ്മിക്കുന്നത് ശരിക്കും. അവരോടുള്ള ഉപകാരസ്മരണ. അപ്പം അതിലാരൊക്കെ വരണം? നമ്മുടെ വീട്ടുകാർ മാത്രമാണോ നമുക്ക് ഉപകാരങ്ങൾ ചെയ്തേ? അച്ഛൻ, മുത്തശ്ശൻ, മുത്തശ്ശൻ്റെയും മുത്തശ്ശൻ, അങ്ങനെ പൂർവിക പരമ്പരകൾ മുഴുവൻ അല്ലേ? പിന്നെയോ നമ്മുടെ സർവ്വ ഋഷിമാരും സർവ്വമുനിമാരും അല്ലേ? ഈ ലോകത്തിൽ എത്ര ശാസ്ത്രജ്ഞന്മാരുണ്ട്, എത്ര ഡോക്ടർമാരുണ്ട്, എത്ര ഭരണ നേതാക്കന്മാർ കടന്നുപോയി, എത്ര സാമൂഹ്യ പരിഷ്കർത്താക്കൾ കടന്നുപോയി, എത്ര ദേശസ്നേഹികളുണ്ടായിരുന്നു, എത്ര പട്ടാളക്കാർ നമുക്ക് വേണ്ടിയിട്ട് ജീവൻ വെടിഞ്ഞിട്ടുണ്ട് അല്ലേ? എത്ര പോലീസ് ഉദ്യോഗസ്ഥർ നമുക്കായി സേവനം ചെയ്യുന്നു. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സമസ്ത പ്രപഞ്ചത്തിൽ നോക്കൂ, നമ്മുടെ ഭാരതം ഇന്ന് നമ്മൾ സ്വതന്ത്രമായിട്ട് ഇറങ്ങി റോഡിൽ നടക്കുന്നു. നമ്മൾ പറയും സ്വതന്ത്ര ഭാരതം. ഈ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടിയിട്ട് തന്നെ ഈ ഭാരതാംബയുടെ എത്ര മക്കൾ ജീവൻ കൊടുത്തിട്ടുണ്ട്. അവരെ ആരെയും നമുക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല. പക്ഷേ ഈ പിതൃതർപ്പണ വേള എന്തിനുള്ളതാണ്? അതുകൊണ്ടാണ് പ്രപിതാമഹന്മാർക്കെല്ലാം. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ പഠിപ്പിച്ച അനേകം ഗുരുക്കന്മാർ, അത് നമ്മുടെ അധ്യാപകരാകട്ടെ, നമ്മളേത് വിദ്യ, ഈ ജന്മം മാത്രമല്ല, ഞാനെന്ന് പറഞ്ഞാൽ ആരാണ്? ആത്മാവാണ്. ഈ ജന്മം പഠിപ്പിച്ച അധ്യാപകരെ നമുക്ക് ഓർമ്മയുണ്ട്, ഗുരുക്കന്മാരെ ഓർമ്മയുണ്ട്, വീട്ടിലുള്ളവരെ ഓർമ്മയുണ്ട്. പക്ഷെ ഇതുപോലെ എത്ര പാസ്റ്റ് ജന്മം നമ്മൾ മനസ്സിലാക്കിയല്ലോ. ശരീരം വിട്ട് ആത്മാവ് മാക്സിമം അല്ലേ 84 ജന്മങ്ങളിലൂടെ നമ്മൾ കടന്നു വരികയാണ്. ഈ നീണ്ട 5000 വർഷത്തിൽ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം അനാദി യാത്രയാണ് അല്ലേ? ഒരു കൽപ്പത്തിലാണ് നമ്മുടെ 84 ജന്മം. അങ്ങനെ ഓരോ 5000 വർഷത്തിലും നമ്മുടെ നീണ്ട യാത്രയാണ് അല്ലേ? അപ്പം ഈ നീണ്ട യാത്രയിൽ നമ്മളെല്ലാവരും എത്ര ആത്മാക്കളോടൊപ്പം, നൂറുകണക്കിന്, ആയിരക്കണക്കിന് അല്ലേ, ലക്ഷക്കണക്കിന് ആത്മാക്കളോടൊപ്പം ഡയറക്റ്റ് ഒരു ഇൻഡയറക്റ്റ് കൊടുക്കൽ വാങ്ങൽ നടത്തിയിട്ടുണ്ട്. എന്തിന്? നമ്മളിട്ടിരിക്കുന്ന ഈ വസ്ത്രം പോലും നമ്മുടെ കൈകളിൽ എത്തിച്ചേരാൻ വേണ്ടി എത്ര കർഷകർ അധ്വാനിച്ചിട്ടുണ്ട് അല്ലേ? അവരുടെ എല്ലാവരോടും. അതുകൊണ്ടാണ് പറഞ്ഞേ അതുകൊണ്ടാണ് ബലിയുടെ മന്ത്രം സംസ്കൃതത്തിലായതുകൊണ്ട് നമുക്കതിൻ്റെ അർത്ഥം അറിയില്ല. ഗുരു നമ്മളെ കൊണ്ട് ചൊല്ലിക്കും, നമ്മളെ ഏറ്റു ചൊല്ലും. ആരാണോ പ്രീസ്റ്റ് അല്ലേ ചൊല്ലിപ്പിക്കുമ്പം നമ്മൾ അർത്ഥമറിയാതെ ചൊല്ലി ചെയ്യും. പക്ഷെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഈ സമസ്ത പ്രപഞ്ചത്തിലും നമ്മുടെ പൂർവികരുണ്ട്. ആ സർവ്വ ആത്മാക്കളും അവരെ മരിച്ചു പോയവരായിട്ട് കാണണ്ട. അവരൊക്കെ ഇപ്പോൾ എവിടെയുണ്ട്?
എവിടെയൊക്കെയോ ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലേ? ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുയർത്ത അടുത്ത ശരീരം എടുക്കും. അപ്പം നമ്മൾ പിതൃബലി അർപ്പിക്കുമ്പോൾ ഓർമ്മ വേണം, അവരെല്ലാവരും ഉണ്ട്, എവിടൊക്കെയോ ഉണ്ട്. അത് ഗാന്ധിജിയാണെങ്കിലും വിവേകാനന്ദ സ്വാമിയാണെങ്കിലും ശ്രീകൃഷ്ണനാണെങ്കിലും ശ്രീരാമനാണെങ്കിലും ക്രിസ്തു ആണെങ്കിലും നബിയാണെങ്കിലും ആരാണെങ്കിലും ശരീരത്തിലിരുന്ന് കടന്നുപോയ 33 കോടി ദേവതകളാകട്ടെ, എല്ലാ പുണ്യാത്മാക്കളും എല്ലാ മഹാത്മാക്കളും, നമുക്ക് അവരുടെ ആ ശരീരം ആ പാർട്ടേ ഓർമ്മയുള്ളൂ. പക്ഷെ അവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? അല്ല, പുനർജന്മത്തിൻ്റെ ചക്രത്തിൽ ഇവിടെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ പിതൃതർപ്പണം നാളെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ ഓർമ്മ വേണം? വ്യക്തിപരമായിട്ട് നമുക്ക് ആർക്കുമായിട്ട് അടുപ്പമുണ്ടോ അവരോടൊപ്പം ഈ സമസ്ത പ്രപഞ്ചത്തിലെ സർവാത്മാക്കൾക്കും വേണ്ടിയിട്ടുള്ള അവരോടെല്ലാവരും നമുക്ക് ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും സ്മരിക്കാനുള്ള അവസരം, ആ ഉപകാര സ്മരണയുടെ അവസരമാണ് പിതൃബലി സമർപ്പണം. രണ്ടാമത്തത് നമുക്ക് നന്ദി പറയണം. ഉപകാരങ്ങൾ ഓർമ്മ വരുമ്പോൾ എന്തു ചെയ്യും? കൃതാർത്ഥരാകണം നമ്മൾ. കാരണം നമ്മുടെ അച്ഛനമ്മമാരാണെങ്കിലും ആലോചിക്കൂ, ഒരുപക്ഷെ അവരിപ്പം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, മുത്തശ്ശന്മാരാണെങ്കിലും ജനറ്റിക്കായിട്ട് പോലും നമ്മുടെ ഈ ശരീരം അവർ തന്നപ്പോൾ ജീനുകളിലൂടെ പോലും അവരുടെ പല നല്ല സ്വഭാവങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ചിലപ്പോൾ പറയില്ലേ, ആ തറവാടിത്തമുള്ള കുട്ടിയാണ്, ഇന്ന തറവാട്ടിലെ അല്ലേ ആ മുത്തശ്ശൻ, ആ മുത്തശ്ശി, ആ മുത്തശ്ശൻ്റെയും മുത്തശ്ശി, അവരുടെ നന്മ ഇപ്പോഴാ പേരക്കുട്ടിയിൽ കാണാം. ഇങ്ങനെ ജനറ്റിക്കായിട്ട് നമുക്ക് ചിലത് കിട്ടിയിട്ടുണ്ട് അല്ലേ? പൂർവ്വജന്മങ്ങളിൽ നിന്ന് ആർജിച്ചതുണ്ട് അല്ലേ? നമ്മൾ ജീവിക്കുന്ന, നമ്മൾ പറഞ്ഞില്ലേ 5 സംസ്കാരം നമ്മുടെ സഞ്ചിയിലുണ്ട്. ഈ സഞ്ചിത സംസ്കാരത്തിനെല്ലാം നമ്മൾ ഈ മുഴുവൻ പ്രപഞ്ചത്തോട് കടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാറ്റിനും എന്തൊക്കെ നന്മകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ, അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടും കലകളുടെ രൂപത്തിലാണെങ്കിലും കഴിവുകളുടെ രൂപത്തിലാണെങ്കിലും വിശേഷതകളുടെ രൂപത്തിലാണെങ്കിലും എല്ലാ പ്രസാദമായിട്ട് കിട്ടിയതാ, ദാനമാണ്. എല്ലാ ദാനത്തിനും, എല്ലാവരിലൂടെ കിട്ടിയ എല്ലാ ദാനത്തിനും എന്ത് ചെയ്യുക? നന്ദിയോടെ സ്മരിക്കാനുള്ള ദിനമാണ് നാളെ. കൃതജ്ഞത, താങ്ക്സ് പറയാൻ. അതുകൊണ്ട് പിതൃബലി, ആറ്റിറ്റ്യൂഡ്, കൃതജ്ഞതയുടെ സംസ്കാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാനാണ്. വർഷത്തിലൊരിക്കലേ ചെയ്യുന്നുള്ളൂ, പക്ഷെ നമ്മളെല്ലാവരും അനുനിമിഷം കൃതാർത്ഥരായിരിക്കണം. വിദേശികളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ചെറിയ സഹായം ആയിരുന്നെങ്കിലും കിട്ടിയാലും മതി, ഉടനെ എന്ത് ചെയ്യും? താങ്ക്സ്, താങ്ക് യു. താങ്ക്സ് പറയാതെ അവർ ഒരു സേവനങ്ങളും സ്വീകരിക്കില്ല. നമ്മളോ? നമുക്ക് ഇന്ത്യക്കാർക്ക് അവരെ കണ്ട് ചില നല്ല കാര്യങ്ങൾ പഠിക്കാം. നമുക്ക് എന്തെല്ലാം ഉപകാരങ്ങൾ കിട്ടിയാലും ഒരു നന്ദി പറയാൻ, അല്ലത് നല്ലത് കണ്ട ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ ഭയങ്കര പിശുക്കരാണ് നമ്മൾ. പക്ഷേ ആത്മീയതയുടെ തറവാടിത്തമുള്ള നമ്മൾ മക്കളിൽ ഈ 2 ഗുണങ്ങൾ പുറത്തേക്ക് വരണം. നല്ലത് കണ്ട അനുമോദിക്കാനും, അല്ല കിട്ടിയ എല്ലാ നന്മകൾക്കും നന്ദി പറയാൻ. അതുകൊണ്ട് പിതൃബലി, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ സംസ്കാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കണം. ഇത് വർഷത്തിലൊരിക്കലും മാത്രമല്ല, ഓരോ ദിവസത്തിലും നമ്മൾ ചെക്ക് ചെയ്യണം, എത്രത്തോളം ഞാൻ നന്ദിയുള്ള ആളാണ്. മൂന്നാമത്തത് നമുക്ക് വേണ്ടത് എന്താണ്? ഉപകാരസ്മരണ, നന്ദി, സ്നേഹം. ഉള്ളുകൊണ്ട് സർവാത്മാക്കളോടുള്ള സ്നേഹം. അപ്പോഴേ നമ്മളവരെ സ്നേഹത്തോടെ സ്മരിക്കുള്ളൂ. വിഷമത്തോടല്ല സ്മരിക്കേണ്ടത്, സ്നേഹത്തോടെ സ്മരിക്കുക. സ്നേഹം കാരണം എന്താ? എല്ലാ ആത്മാക്കളും ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ? അവരച്ഛനാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും എല്ലാവരും, ഈ ലോകത്തിലുള്ള ഏത് ജാതി മതത്തിൽപ്പെട്ടവരാണെങ്കിലും എല്ലാവരും ആരാ? നമ്മുടെ ആത്മസഹോദരങ്ങളാണ്. കാരണം നമ്മളെല്ലാവരും ഒരേ ഒരു പരമാത്മാവിൻ്റെ മക്കളാണ്. ബീജം ഒന്നാണ്, ഒരു വൃക്ഷത്തിലേതാണ് നമ്മൾ അല്ലേ? വസുദൈവ കുടുംബകമാണ്. അതുകൊണ്ട് ഈ ലോകമാകുന്ന തറവാട്ടിലേതായതുകൊണ്ട് നമുക്കെല്ലാവരോടും ആത്മീയമായ സ്നേഹമുണ്ട്. ആ സ്നേഹം സമർപ്പിക്കാനുള്ള അവസരമാണ്. അത് മരിച്ചതിന് ശേഷം മാത്രമല്ല സമർപ്പിക്കേണ്ടത്, പിന്നെയോ ജീവിച്ചിരിക്കുമ്പോൾ സമർപ്പിക്കണം. ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനം അതാണ്. നാളത്തെ പിതൃതർപ്പണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മരിച്ചതിന് ശേഷം ദുഃഖിക്കുന്നതിന് പകരം
മരിച്ചതിന് ശേഷം ദുഃഖം ഉണ്ടാവുന്നതിൽ ഒരു പ്രധാന കാരണമാണ് ജീവിച്ചിരുന്നപ്പോൾ ഒരു പക്ഷേ നമ്മൾ ചെയ്യേണ്ട പലതും ചെയ്തിട്ടുണ്ടാവില്ല. ചിലരെന്ത് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ സിസ്റ്റർക്ക് ഓർമ്മ വരുന്ന ഒരിക്കൽ ഒരമ്മ വന്ന്, ഒരു ചെറുപ്പക്കാരിയാണ്, 40-45 വയസ്സേ ഉള്ളൂ, പൊട്ടിക്കരഞ്ഞു. കരച്ചിൽ നിർത്തുന്നതേയില്ല. കുറച്ച് കഴിഞ്ഞ് നോർമലായപ്പോൾ പറഞ്ഞു, ഹസ്ബൻഡ് മരിച്ചു. എനിക്ക് മരിച്ചതിൻ്റെ അല്ല സിസ്റ്റർ ദുഃഖം, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് 6 മാസമായി. 6 മാസം കൊണ്ട് പിണങ്ങിയിരിക്കുക. ഒരേ വീട്ടിലാണ്. ഭക്ഷണം ഉണ്ടാക്കി ഞാൻ ടേബിളിൽ കൊണ്ടുവയ്ക്കാം. ആൾ ടാക്സി ഡ്രൈവറായിരുന്നു. വണ്ടി ആക്സിഡൻറ്റിലാണ് മരിച്ചത്. അപ്പം ദുഃഖം ഇപ്പോൾ വന്ന സമയത്ത് 2 വർഷം കഴിഞ്ഞു, പക്ഷെ ദുഃഖം പോണില്ല. എന്താ കാരണം? 6 മാസമായിട്ട് സംസാരിച്ചിട്ടില്ല ഒരു വീട്ടിൽ. എപ്പോഴും ഞാൻ വിചാരിക്കും എനിക്ക് സംസാരിക്കണമെന്ന്, പക്ഷേ പോകാൻ തോന്നില്ല. സംസാരിക്കാൻ ആൾ വരട്ടെ, ആളിങ്ങോട്ട് സംസാരിക്കട്ടെ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടും പിടുത്തത്തിൽ ഇരുന്ന് എന്തായി, അതിൻ്റെ ഇടയിൽ ഒരു ദിവസം മരിച്ചു. ഇതുപോലെ നമ്മൾ നാളത്തെ ഈ പിതൃതർപ്പണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? മരിച്ചതിന് ശേഷമുള്ള ചടങ്ങിനേക്കാളും ഏറ്റവും വലിയ ചടങ്ങ്, അർത്ഥവത്തായ ചടങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ ഒരു നിമിഷ നേരത്തെ പോലും ഗ്യാരണ്ടി ഇല്ലാത്തവരാണ് നമ്മൾ. ഒരു സെക്കൻഡ്, ഇപ്പം നമ്മൾ ഇത്രയും പേര് ഇരിക്കണോ, നാളെ രാവിലെ നമ്മൾ എത്ര പേര് അല്ലേ കണ്ണ് തുറക്കും നമുക്കറിയില്ല. എത്രയോ പേര് മരണത്തിൽ അല്ലേ ഉറക്കത്തിൽ മരണത്തിന് കീഴടങ്ങുകയാണ്. അടുത്ത സെക്കൻഡ് കൊറോണ ബാധിച്ച് ആര് പോകണമെന്നറിയണില്ല. എത്രയോ പേര്, അതിന് പ്രായമൊന്നുമില്ലല്ലോ, ഇപ്പം നമ്മളെ കൊറോണ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മുന്നിൽ എത്ര കുഞ്ഞുങ്ങൾ, എത്ര ചെറുപ്പക്കാർ അല്ലേ, എത്ര അപ്രതീക്ഷിത മരണങ്ങൾക്ക് നമ്മൾ ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊറോണ തന്നെ വരണം എന്നില്ലല്ലോ, എന്തെല്ലാം രോഗങ്ങൾ അല്ലേ, അപകടങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. ഒരു സെക്കൻഡിൽ ഹാർട്ട് അറ്റാക്ക് അല്ലേ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയൊരു കാര്യം, നാളത്തെ പിതൃതർപ്പണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഭഗവാൻ പറയുന്നത്, മക്കളെ ജീവിച്ചിരിക്കുമ്പോൾ അനുനിമിഷം, സെക്കൻഡ് ബൈ സെക്കൻഡ് സ്നേഹത്തോടെ ഇരിക്കും. മരിച്ചിട്ടല്ല സ്നേഹിക്കേണ്ടത്, പിന്നല്ല കരയേണ്ടത്. എന്ത് ചെയ്യുക? ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹത്തോടെ പോകും, ആത്മീയ സ്നേഹം പങ്കിടും. അതിനാണ് നമുക്ക് ആധ്യാത്മികതയുടെ സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആവശ്യം. എന്നാലേ പരസ്പരം ക്ഷമിക്കാനും പൊറുക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും ചേർന്ന് പോകാനും ചേർത്ത് കൊണ്ടുപോകാനുള്ള ശക്തി, അതിന് നമുക്ക് ധ്യാനം വേണം. അല്ലാതെ ചേരാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാ ആത്മാക്കളും നമ്മൾ കേട്ടുമല്ലോ, ഡിസ്ചാർജ്ഡ് ബാറ്ററികളാണ്. എല്ലാവരും വീക്ക് അവസ്ഥയാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ തട്ടലും മുട്ടലും റിസിലും ഒക്കെ കയറ്റിറക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാലും നമ്മളൊരു കുടുംബത്തിലേതാണ്. അപ്പോൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പോട്ടെ സാരമില്ല അല്ലേ, എന്തെങ്കിലും മനസ്സിന് വിഷമമുണ്ടാവും, ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സാന്ത്വനപ്പെടുത്തി മുന്നോട്ട് പോകാൻ പറ്റും. അതിനാണ് ആധ്യാത്മികതയുടെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമ്മുടെ ജീവിത വൃക്ഷം നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ചേർന്ന് പോകാനും ചേർത്ത് കൊണ്ടുപോകാൻ ഈസിയല്ല. അത് നമുക്ക് സ്കൂൾ കോളേജ് എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രമോ, സമ്പത്ത് കൊണ്ട് മാത്രമോ, പദവികൾ കൊണ്ട് മാത്രമോ, കേവല ബന്ധം, ശാരീരിക ബന്ധം, രക്തബന്ധം കൊണ്ടോ മിത്രബന്ധം കൊണ്ടോ മാത്രം പറ്റില്ല. ആ ബന്ധത്തിൻ്റെ ആധാരം ആത്മീയ ബന്ധുത്വത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, അടുത്ത പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട, പശ്ചാത്താപം പിതൃബലി നമുക്ക് ഉണ്ടാക്കാറുണ്ട്. പോയവരെക്കുറിച്ച് ഓർമ്മിച്ച് പശ്ചാത്താപത്തിൻ്റെ മറ്റൊരു ഘടകം എന്താണ്? ഇരുന്നപ്പോൾ നമ്മൾ ചെയ്യേണ്ട പല കടമകളും ചെയ്തിട്ടുണ്ടാവില്ലേ. ഇപ്പോൾ റീസെൻ്റായിട്ട് സിസ്റ്റർക്ക് മുന്നിൽ ധാരാളം പേരുടെ ഓർമ്മകൾ വരികയാണ്. ഒരു സംഭവം പേഴ്സണലി അറിയുന്നതാണ്. ഒരു കുടുംബത്തിൽ 6 സഹോദരന്മാർ, 2 സഹോദരിമാർ. ആ അമ്മ, അച്ഛൻ നേരത്തെ മരിച്ചതാ. ആ അമ്മയാണ് ആ സഹോദരങ്ങളെ മുഴുവൻ വളർത്തിയത്, പഠിപ്പിച്ചത്. എല്ലാവരും ഏകദേശം നല്ല നിലയിലായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ അതിലെ മൂത്ത മോൻ ഒരാൾ ഏകദേശം 30-40 വർഷമായിട്ട് ആ അമ്മയോട് സംസാരിക്കില്ല. ഏതോ ചെറിയ കാര്യത്തിന് പിണങ്ങിയതാ. മരണം വരയ്ക്കും സംസാരിച്ചിട്ടില്ല. മരിച്ചതിന് ശേഷം, അതിനുശേഷം അമ്മയുടെ ലാസ്റ്റ് കാലത്ത് ഒരു പുത്രൻ കൊണ്ടുവന്ന്
വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ചു, എല്ലാം ചെയ്തു. എല്ലാം അസലായിട്ട് ഒന്നാന്തരമായിട്ട് സ്നേഹത്തോടെ സംരക്ഷിച്ചു. അതിനുശേഷം മരണശേഷം മരണാനന്തര ക്രിയയ്ക്ക് മുന്നിട്ട് നിന്നത് ആരാണെന്നറിയോ? മൂത്താളാണ്. എന്താ കാര്യം? പേടി. മരിച്ചതിന് ശേഷം ഇനി എനിക്ക് എന്തെങ്കിലും ദോഷം വന്നാലോ? കാരണം ഈ 40 വർഷമൊന്നും ചെയ്തിട്ടില്ലേ, ഒന്നും മിണ്ടുക പോലും ചെയ്തിട്ടില്ല, കാണാൻ പോലും വന്നിട്ടില്ല. പിന്നെയോ മരിച്ചിപ്പോൾ 1 വർഷം കഴിഞ്ഞതിന് ശേഷം അതിനേക്കാളും പേടി എന്താ? ഇപ്പോൾ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ എന്തോ ബാധയുണ്ട്, അച്ഛൻ്റെ ദോഷമുണ്ട്, അമ്മയുടെ ദോഷമുണ്ട്, വീണ്ടും പേടി. ഇപ്പോൾ ഫുൾ ഡേ പ്രശ്നപരിഹാര പൂജയും കാര്യങ്ങളായിട്ട് നടക്കുക. ഈ 40 വർഷക്കാലം ഒരു ദിവസം ഒരു നേരമെങ്കിലും, ആഴ്ചയിൽ ഒരു നേരമെങ്കിലും പോയിട്ട് അല്ല അമ്മ എന്നൊന്ന് വിളിച്ച് 2 വാക്ക് സ്നേഹത്തോടെ സംസാരിച്ചിരുന്നെങ്കിൽ ഇപ്പം അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടിൽ ഇനി ആളുടെ മരണം വരയ്ക്ക് അതിൽ നിന്ന് മുക്താവില്ല. കാരണം എന്താ? ഉള്ളിൽ ഈ പശ്ചാത്താപത്തിൻ്റെ കുത്തലുണ്ടാവും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ അമ്മയാകട്ടെ, അച്ഛനാകട്ടെ, അമ്മായിയച്ഛനാകട്ടെ, അതും അമ്മയാണ്. അമ്മായിയച്ഛൻ, അമ്മായിയമ്മ എന്നുള്ള വാക്കേ ഉപയോഗിക്കേണ്ട, അതും അമ്മയാണ്. നമ്മൾ രണ്ടാളിൽ ഒരാളുടെ അമ്മയാണ്, അച്ഛനാണ്. അവരെ ഹൃദയം കൊണ്ട് സ്നേഹത്തോടു കൂടി അവരുടെ വയസ്സായ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഓരോ അച്ഛനും അമ്മയും ഇപ്പം നമുക്ക് കുറച്ചുകൂടെ ജീവിതം എളുപ്പമാണ്. പക്ഷേ നമ്മുടെ മുൻ തലമുറ അവർ ചോര നീര് ആക്കിയിട്ട് മക്കളെ പഠിപ്പിക്കുകയും വളർത്തുകയും എന്ത് ചെയ്തോ, പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അന്നം കൊടുക്കാൻ പോലും കഷ്ടപ്പെട്ട് ചോര നീരാക്കിയവരാണ് ഓരോ മാതാപിതാവും. കുഞ്ഞുനാൾ മുതൽ, നമ്മൾ ജനിച്ച് വീണ മുതൽ നമ്മൾ കുറച്ച് പ്രായമാകുന്നത് വരെ, ഒരു 4-5 വയസ്സ് പ്രായമാകുന്നത് വരെ നമ്മുടെ വിസർജ്യങ്ങൾ ഉൾപ്പെടെ ആ അമ്മയും അച്ഛനും മൂക്ക് പൊത്താതെ നമ്മളെ സംരക്ഷിച്ച് കൂടെ ഉറക്കി കിടത്തി അവരുടെ കൈകൊണ്ടെല്ലാം എടുത്തിട്ടുണ്ട്. അതേ മാതാക്കൾ, പിതാവ്, മുത്തശ്ശൻ, മുത്തശ്ശി നമ്മുടെ ഭവനത്തിൽ നമുക്കൊരവസരം അവരുടെ സേവനം ചെയ്യാൻ കിട്ടുമ്പോൾ നന്ദിയോടെ, സ്നേഹത്തോടെ, ആദരവോടെ, ഹൃദയത്തോടു കൂടി അവരുടെ സേവനം ചെയ്യും. ഇത് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ സിസ്റ്റർ കാണാറുണ്ട്. ഇവിടെ മുതിർന്നവർക്ക്, നമ്മൾ ഓരോരുത്തരും കുട്ടികളായി വരുമ്പം മുതൽ, നമ്മൾ 15 വയസ്സിൽ വന്നാലും 20 വയസ്സിൽ വന്നാലും നമുക്ക് ഫസ്റ്റ് ട്രെയിനിങ് നമ്മുടെ മുതിർന്നവരാരാണോ നമ്മുടെ കൂടെ ഇരിക്കണേ, നമ്മൾ ആരുടെ കൂടെ ജീവിക്കുന്നോ, ഫസ്റ്റ് നമ്മളെ കൊണ്ട് ആ മുതിർന്നവരുടെ സേവനമാണ് ചെയ്യിക്കുക. അവരോട് സ്നേഹത്തോടെ പെരുമാറാൻ, ബഹുമാനത്തോടെ പെരുമാറാൻ, അവർക്ക് വേണ്ടുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. അതൊരു ട്രെയിനിങ് ആണ് നമ്മുടെ ഉള്ളിൽ. കാരണം നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള സംസ്കാരത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. സ്നേഹത്തോടു കൂടി നമുക്ക് അവർക്ക് വേണ്ടി ഒരു സേവനം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഈ ലോകത്തിന് വേണ്ടി, ഒരാൾക്ക് വേണ്ടി സേവന മനോഭാവമില്ലാത്ത നമുക്ക് സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ആദ്യത്തെ ട്രെയിനിങ് നമുക്കതാണ്. ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ സിസ്റ്റം വളരെ നമുക്ക് കാണുമ്പോൾ അനുഗ്രഹീതമായിട്ട് തോന്നും. ഇവിടെ മുതിർന്നവർ 90 വയസ്സോ 100 വയസ്സോ ആയിട്ടുണ്ടെങ്കിൽ അവരെ നോക്കാൻ, അവർക്ക് ചുറ്റും അവരെ നോക്കുന്ന സഹോദരിമാർ അല്ലെങ്കിൽ സഹോദരന്മാർ, അവരെ പോലും നോക്കിക്കഴിഞ്ഞാൽ നോക്കുന്നവരാരാണ്? വലിയ വലിയ ഗോൾഡ് മെഡലിസ്റ്റുകളും അല്ലെ, വളരെ എത്ര ഡോക്ടേഴ്സ് സർവീസ് ഓഫർ ചെയ്യാറുണ്ട്. ഡോക്ടേഴ്സ് പ്രാക്ടിക്കലി സിസ്റ്റർക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ കൂടെയുള്ള ഒരു സഹോദരിക്ക് ഒരു വലിയ മേജർ ഓപ്പറേഷൻ ടൈമിൽ, നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കണമെന്നില്ല, നമ്മുടെ ഈ ഈശ്വരീയ കുടുംബത്തിൽ ഒരു ഡോക്ടർ, ഒരു യങ്ങ സഹോദരി, വിസർജ്യം വരെ ഉൾപ്പെടെ ഒരു ഡോക്ടർ സ്വന്തം കൈകൊണ്ടെടുത്ത് ദിവസങ്ങളോളം സേവനം ചെയ്തിട്ടുണ്ട്. ദിവസങ്ങളോളം. വേറെ ബന്ധമൊന്നുമില്ല, ആത്മീയ ബന്ധം മാത്രമേ ഉള്ളൂ. ആ ഒരു മനസ്ഥിതി നമുക്കുണ്ടാകും. അതാണ് സ്പിരിച്വാലിറ്റി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ നേട്ടം. അതുകൊണ്ട് നാളെ പിതൃബലിയുടെ ദിനം നമ്മളെല്ലാവരും ഇന്നേ, നമ്മളും നമ്മുടെ മക്കളും, നമ്മളെന്ത് ചെയ്യുന്നു അതാണ് നമ്മുടെ മക്കൾ കണ്ട് പഠിക്കുന്നത്. അവർക്കുള്ള ട്രെയിനിങ്ങാണ്. നമ്മൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ മുതിർന്നവരെ നമ്മളെങ്ങനെ സംരക്ഷിക്കുന്നു, എങ്ങനെ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, നമ്മൾ പരസ്പരം അല്ല മുതിർന്നവരോട് എങ്ങനെ, അത് നമ്മുടെ മക്കൾക്കും പേരമക്കൾക്കും ട്രെയിനിങ്ങാണ്. അതുകൊണ്ട് സ്വയം തീരുമാനിച്ചോളൂ. എന്നോട് അവരെങ്ങനെ പെരുമാറണമെന്ന ട്രെയിനിങ്ങാണ് ഇപ്പം ഞാൻ എൻ്റെ മുതിർന്നവരോട് ചെയ്യുന്നതിലൂടെ എൻ്റെ മക്കൾക്കും എൻ്റെ പേരക്കുട്ടികൾക്കും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനപ്പുറമൊന്നും വിതച്ചതേ കൊയ്യും. വിതയ്ക്കാത്തതൊന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല.
ഇതാണ് പിതൃബലി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. ജീവിച്ചിരിക്കുമ്പോൾ അവശ്യ സമയത്ത്, പ്രത്യേകിച്ചും പ്രായമാകുന്നവരോട് ഒരു വാക്ക് സംസാരിച്ചാൽ പോലും സ്നേഹത്തോടെ അമ്മാ ഒന്നൊന്ന് വിളിച്ചാൽ മതി, വേറെ ഒന്നും പറയാൻ സമയമില്ലെങ്കിൽ അതുതന്നെ ഏറ്റവും വലിയ ഒരു സേവനമാണ്. സ്നേഹത്തോടെ ഒരു നേരം ഒരു മരുന്നെടുത്ത് കൊടുത്താൽ പോലും വലിയ സന്തോഷമാണ് അല്ലേ. അടുത്തത് നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോ സ്റ്റെപ്പിലും അല്ലേ ഉപകാരസ്മരണ, നന്ദി, സ്നേഹം, പിന്നെ പശ്ചാത്താപം ഇല്ലാതിരിക്കാൻ. അടുത്ത പോയിൻ്റ് ഏതാണ്? ലാസ്റ്റ് കടപ്പാട്, പ്രതിജ്ഞ. പിതൃബലിയിൽ ഒരു പ്രതിജ്ഞ നമ്മളെ കൊണ്ട് ചെയ്യിക്കും. ഏത് പ്രതിജ്ഞയാണെന്ന് ഓർമ്മയുണ്ടോ? നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഒരു പക്ഷേ ഇതിൻ്റെ അർത്ഥം നമുക്ക് ചിലപ്പോൾ ചിലർക്ക് ശ്ലോകങ്ങൾ അർത്ഥം അറിയുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിതൃബലിയിൽ ചെയ്യിപ്പിക്കുന്ന പ്രതിജ്ഞ ഇതാണ്: ഞാൻ എൻ്റെ സന്തതി, ഞാനും എൻ്റെ സന്തതി പരമ്പരകളും. പൂർവികരോട് പറയാണ്, എന്ത് മാറ്റിവെച്ചിട്ട് തീർക്കാൻ കഴിയാതെ പോയ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഞാനും എൻ്റെ സന്തതി പരമ്പരകളും ഉത്തരവാദിത്വത്തോടു കൂടി പൂർത്തിയാക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് വിവാഹിതരല്ലാത്തവരെ കൊണ്ട് ബലിയിടിക്കാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ദാമ്പത്യ ജീവിതം നയിക്കുന്നവരെ കൊണ്ട് ചെയ്യും. കാരണം സന്തതി പരമ്പരകൾ ആ പ്രതിജ്ഞയും കൂടെ ചെയ്യുന്നുണ്ട് ബലി തർപ്പണത്തിൽ. എൻ്റെ അർത്ഥം എന്താണ്? കടന്നു പോകുന്നവർ ചിലപ്പോൾ അല്ല, യാത്ര ഇടയിലായിരിക്കും പോയത്. പ്രായമായിട്ട് പോകുന്നവർ കുറച്ച് പേരുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അല്ലേ ചിലപ്പോൾ അപമൃത്യു വരിക്കുന്നവർ ധാരാളം പേരുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് പോവുകയാണെങ്കിലും അവരെന്തൊക്കെ മാറ്റിവെച്ച കാര്യങ്ങളുണ്ടോ, അവർക്ക് ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയാതെ പോയിട്ടുണ്ടോ, അതെല്ലാം ഞാൻ നല്ല രീതിയിൽ ചെയ്ത് പൂർത്തിയാക്കുമെന്ന പ്രതിജ്ഞാബദ്ധരാക്കുകയാണ് നമ്മൾ. ആ പ്രതിജ്ഞയിൽ എന്തും ചെയ്യണം? അവർ നമുക്ക് എന്തൊക്കെ തന്നിട്ട് പോയിട്ടുണ്ടോ, ശരീരം, ഇതുകൊണ്ട് ദുരുപയോഗം ചെയ്യില്ല, സദുപയോഗം. ധനം, വീട്, ചിലപ്പോൾ നമ്മുടെ അച്ഛൻ്റെയോ മുത്തച്ഛൻ്റെയോ ജോലിയായിരിക്കും നമുക്ക് കിട്ടിയത്. അവർ സമ്പാദിച്ച് വെച്ചതായിരിക്കും വിഡ്രോ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കണേ. അവരധ്വാനിച്ച ഭൂമിയായിരിക്കും ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. ധാരാളം നമുക്ക് തന്നിട്ടുണ്ട്. അവരിൽ നിന്ന് ചില ജനറ്റിക്കായിട്ട് കിട്ടിയ സംസ്കാരം, ചില കലകളായിരിക്കും നമ്മളിലുള്ളത്. എന്ത് നമുക്ക് തന്നിട്ട് പോയിട്ടുണ്ടോ, നമ്മൾ എന്തെല്ലാം എടുത്ത് ഉപയോഗിക്കുന്നോ, പ്രതിജ്ഞ. എന്താ പ്രതിജ്ഞാബദ്ധരായിരിക്കേണ്ടത്? ഒന്നും തന്നതൊന്നും മിസ്യൂസ് ചെയ്യില്ല, ഒന്നാമത്തത്. രണ്ടാമത്തത് സദുപയോഗം ചെയ്യും. ഒന്നും വേസ്റ്റാക്കില്ല, പാഴാക്കില്ല. വർദ്ധിപ്പിക്കാം, പക്ഷെ ഒന്നും കേടുവരുത്തില്ല. ഇപ്രകാരം പ്രതിജ്ഞാബദ്ധമായ ഒരു മനസ്സുകൊണ്ട് വേണം നമുക്ക് പിതൃതർപ്പണം ചെയ്യാൻ. ആ വാക്ക് കൊടുക്കുകയാണ് നമ്മൾ. ആ വാക്ക് വർഷത്തിലൊരിക്കൽ കൊടുത്താൽ മാത്രം പോരാ. ദൈനംദിനം ഓരോന്നും എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വേണം അല്ലേ? ഒരു രൂപ പോലും എടുത്ത് ചിലവാക്കുമ്പോൾ ഓർമ്മ വേണം. പ്രതിജ്ഞാബദ്ധ ജീവിതം ചെക്ക് ചെയ്യാനൊരവസരമാണ്. കഴിഞ്ഞ ഈ ഒരു വർഷം നമുക്ക് കിട്ടിയതെല്ലാം ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ചെക്കിങ്ങിനും ചേഞ്ചിനും വീണ്ടും പ്ലഡ് ചെയ്യാൻ അല്ലേ? കാരണം പൂർവികരോട് വാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു കമ്മിറ്റ്മെൻ്റ് വരും, ചെയ്യണം. ഇത് വെറും വാക്കല്ല, വെറും പ്രതിജ്ഞയല്ല. പ്രതിജ്ഞകൾ ഫയലിൽ വയ്ക്കാനുള്ളതല്ല, ഫൈനലാക്കാനുള്ളതാണ്, ചെയ്ത് കാണിക്കാനുള്ളതാണ്. പിന്നെ ഇപ്പോൾ സാധാരണ നമ്മൾ ബലികർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് പ്രത്യേകിച്ചും ശിവ സന്നിധാനങ്ങളുടെ അടുത്തുള്ള പുഴവക്കിലായിരിക്കും. തീർത്ഥസ്ഥാനങ്ങൾ മിക്കവാറും എല്ലാം ശിവൻ്റെ സാന്നിധ്യത്തിലുള്ള ശിവക്ഷേത്രങ്ങളുടെ അരികിലുള്ള പുഴകൾ. അത് ആലുവ, മണപ്പുറാണെങ്കിലും അല്ലേ, എവിടെ നിന്നൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെ ബലിയിടാൻ പോകുന്നോ തീർച്ചയായിട്ടും ഒരു ശിവൻ്റെ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു പുഴയായിരിക്കും മിക്കവാറും. അതിൻ്റെ തീരത്തായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? പിതൃബലി സമയത്ത് നമ്മളെല്ലാവരും ശിവനുമായി കണക്റ്റഡ് ആക്കുക. കാരണം എന്താ? ആത്മാക്കൾക്കെല്ലാം കണക്ഷൻ ആരുമായിട്ടാണ്? നമ്മൾ ഈ സായാഹ്ന സത്സംഗത്തിൽ മനസ്സിലാക്കിയല്ലോ. സർവ്വ ആത്മാക്കൾക്കും കണക്ഷൻ ആരുമായിട്ടാണ്? പരമാത്മാ ശിവനുമായിട്ടാണ്, പരമ്പൊരുളുമായിട്ടാണ്. അതുകൊണ്ട് ഏത് സമർപ്പണം നമുക്ക് ചെയ്യണമെങ്കിലും നമ്മൾ പരമാത്മാവുമായിട്ട് കണക്റ്റ് ആക്കുക, പരമാത്മാവിൽ നിന്ന് കറണ്ട് എടുക്കുക. ആ കറണ്ട് വേണം
സർവാത്മാക്കൾക്കും വേണ്ടി സമർപ്പിക്കാം. അടുത്തത്, ഇപ്പം നോക്കൂ, ഒരു പക്ഷേ ഈ പ്രത്യേക ഇന്നത്തെ കാലഘട്ടത്തിൽ, പ്രതിസന്ധി കാലഘട്ടത്തിൽ നമുക്ക് വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ പല സ്ഥലങ്ങളിലും ലോക്ക്ഡൗൺ ആണ്, ചിലയിടത്ത് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ്, ഡബിൾ ലോക്ക്ഡൗൺ ആണ്. നമുക്ക് വീട്ടിൽ നിന്നേ പുറത്തിറങ്ങാൻ പെർമിഷൻ ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മളിൽ പലർക്കും കൊറോണ ക്വാറൻറ്റൈനിലിരിക്കുന്നവരുണ്ടാവും, ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുണ്ടാവും, വിദേശങ്ങളിൽ ജീവിക്കുന്നവരുണ്ടാവും. അവർക്കൊന്നും ഒരുപക്ഷെ നമുക്ക് വിചാരിക്കുന്നത് പോലെ എല്ലാ ആചാരങ്ങളും ചടങ്ങുകളോടും കൂടി നടത്താനുള്ള ഒരു സൗകര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കേണ്ട. എപ്പോൾ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നാളെയും ഇതിനുള്ള സൗകര്യങ്ങൾ ആർക്കുണ്ടോ ആ ആചാരവിധികൾ എന്തൊക്കെയാണോ, എന്തൊക്കെ വെച്ച് വിളക്കും പൂക്കളും എന്തൊക്കെ സമർപ്പിക്കണമോ, എന്തെല്ലാം ആചാരങ്ങളുണ്ടോ അതിൻ്റെ മുന്നിലിരുന്ന് നമ്മൾ ചെയ്യുമ്പോൾ ആ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ പറ്റുന്നവരാകട്ടെ പറ്റാത്തവരാകട്ടെ നമുക്കെല്ലാവർക്കും മനസ്സുകൊണ്ട് ബലിയർപ്പണം ചെയ്യാൻ പറ്റും. ഈ പുറമേയുള്ള ആചാരങ്ങളെല്ലാം നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്ന നമ്മുടെ മനസ്സതിലേക്ക് കോൺസെൻട്രേറ്റഡ് ആവാനാണ്. അത്രയും സമയം. അപ്പോൾ എവിടെയാണ് ഇരിക്കുന്നതെങ്കിലും നമുക്കെല്ലാവർക്കും ബാഹ്യമായ ചടങ്ങുകളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്കെല്ലാവർക്കും മനസ്സുകൊണ്ട് സാഗര തീരത്തേക്ക് പോകാം. ആരാ സാഗരം? അല്ലേ, പരംപിത പരമാത്മാ ശിവഭഗവാൻ സ്നേഹ സാഗരമാണ്, ശാന്തിയുടെ കടലാണ്. കാരണം നാളത്തെ ദിനം ശാന്തിയുടെ ദാനത്തിൻ്റെ ദിനമാണല്ലോ, അല്ലേ? നമ്മൾ ആരെല്ലാം പോയവരുണ്ടോ അവരെ യാത്ര അയക്കുകയാണ്. ഫ്രീ ആയിട്ട് പോയിക്കോളൂ. ശാന്തിയോടെയുള്ള യാത്രയയപ്പാണ്. ശാന്തിയുടെ സാഗരനായ ശിവപരമാത്മാവിനെ ഓർമ്മിച്ച് ശാന്തിയുടെ കിരണങ്ങൾ എടുക്കാനും ശാന്തിയുടെ കിരണങ്ങൾ കൊടുക്കാനും പരമേശ്വരൻ്റെ മഹാദേവ ക്ഷേത്ര സന്നിധിയിലിരുന്ന് നമുക്ക് ചെയ്യാം. മഹാദേവനെ ക്ഷണിക്കാം, മഹാദേവൻ്റെ മുന്നിലിരുന്ന് ചെയ്യാം. ആ പരമേശ്വരനാകുന്ന ശാന്തിയുടെ കടൽ നമ്മുടെ അടുത്തേക്ക് ഒഴുകിയെത്താം. ആ ഭഗവാനാകുന്ന കടലിൻ്റെ അടുത്തേക്ക് നമുക്ക് ഒഴുകിയെത്താം. എന്നിട്ട് നമുക്ക് പരമേശ്വര സാന്നിധ്യത്തിലിരുന്നു കൊണ്ട് പിതൃബലി ചെയ്യാം. ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ വിഷമം വേണ്ടല്ലോ. ഒന്നാമത് നമ്മുടെ ആരെങ്കിലും വേർപെട്ട് പോയതിൻ്റെ വിഷമം ഉണ്ടാവും. പിന്നെ ഇനിയിപ്പോൾ ആചാരവിധി പ്രകാരം ചെയ്യാൻ പറ്റിയില്ല എന്നൊരു വിഷമവും കൂടി നമുക്ക് വേണ്ട. നമ്മളെവിടെയാണെങ്കിലും നമുക്കവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാം. അതുകൊണ്ട് ഇന്ന് നമുക്കിപ്പോൾ എല്ലാവർക്കും മനസ്സുണ്ട്. എങ്ങനെ നാളെ ആചാരപ്രകാരമാണെങ്കിലും അതല്ലാതെയാണെങ്കിലും എവിടെ ഇരുന്നാണെങ്കിലും നമുക്കെല്ലാവർക്കും രാവിലെ എങ്ങനെ പിതൃബലി സമയത്ത് എങ്ങനെയുള്ള വിചാരങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം, അതിനുള്ള സങ്കല്പം എടുക്കാം. ചിലർക്ക് ചിന്ത വരുമോ, എൻ്റെ ചെറിയ കുട്ടികളാണ് മരിച്ചത്, അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയും ചിലർ ചോദിക്കും. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ, കുട്ടിയാണെങ്കിലും ആത്മാവാണല്ലോ ശരീരത്തിൽ നിന്ന് പോയത്. പിന്നെ നമ്മൾ പിതൃബലി ചെയ്യുന്നത് അല്ലേ സർവ്വാത്മാക്കൾക്കും വേണ്ടിയിട്ടാണല്ലോ, അല്ലേ? സർവ്വാത്മാക്കൾക്കും വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇനി വീട്ടിൽ നിന്ന് ആരെങ്കിലും മരിച്ചില്ലെങ്കിൽ പോലും നമുക്ക് നാളെ പിതൃബലിയിൽ പങ്കെടുക്കാം. കാരണം എന്താ, നമുക്കെല്ലാവർക്കും എല്ലാവരോടും നന്ദി പറയണ്ടേ, എല്ലാവരെയും ആദരവോടെ ഓർമ്മിക്കണ്ടേ, അല്ലേ? എല്ലാവർക്കും ഉപകാരസ്മരണ ചെയ്യണ്ടേ? അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാം. വർഷത്തിലൊരിക്കലെങ്കിലും ചെയ്ത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനു വേണ്ടിയാണ് നമ്മുടെ പൂർവികർ കലണ്ടർ പ്രമാണം ഒരു ദിവസം വെച്ചിരിക്കണം. ഇപ്പോൾ വർഷത്തിലൊരിക്കൽ വിഷുവാണ്. അതിൻ്റെ അർത്ഥം അന്ന് രാവിലെ മാത്രം കണി കാണുക എന്നുള്ളതല്ലല്ലോ ഭഗവാനെ, എല്ലാ ദിവസവും കാണണം. അതിനുവേണ്ടി ഒരു ദിവസം ചടങ്ങ് വെച്ചിരിക്കണം. അതേപോലെ നമുക്ക് ഈ ഉപകാരസ്മരണ ഹൃദയത്തിൽ എന്നും ഉണ്ടായിരിക്കണം. ഓരോ നിമിഷത്തിലും ഉപകാരസ്മരണയോടുകൂടി ജീവിക്കണം. പക്ഷെ നാളെ നമ്മളെല്ലാവരും ചേർന്ന് അല്ലെ രാവിലെ സമയത്ത് അല്ലെ മുഴുവൻ എല്ലാവരുടെയും ഹൃദയം ഒരുമിച്ച് കളക്റ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. അതുകൊണ്ടത് വളരെ നല്ല വൈബ്രേഷൻ ഉണ്ടാക്കും. ആത്മാക്കൾക്ക് മാത്രമല്ല 5 തത്വങ്ങളോടും നമ്മൾ നന്ദി പറയണം. കാരണം പ്രകൃതി മാതാവാണ് നമുക്ക് ഈ ശരീരം തന്നിരിക്കണം. അത് കഴിച്ചാണല്ലോ നമ്മൾ ജീവിക്കണം. 5 തത്വങ്ങളെയും നമ്മൾ ദുരുപയോഗം ധാരാളം ചെയ്തിട്ടുണ്ട്. ഭൂമി, വെള്ളം, വായു, അഗ്നി, ആകാശം, അവർ നമുക്ക് ഉപകാരമേ ചെയ്തിട്ടുള്ളൂ.
പക്ഷേ മാനവൻ ധാരാളം ഉപദ്രവിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അവർ നമ്മുടെ അടുത്ത് പ്രകൃതിക്ഷോഭത്തിൻ്റെ രീതിയിൽ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് നോക്കൂ, നമ്മുടെ കേരളത്തിൽ പോലും അല്ലേ ഡെയിലി നമുക്ക് ജാഗ്രത തന്നുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് അല്ലേ പ്രകൃതി ക്ഷോഭങ്ങളെ പ്രതി. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇപ്പോഴും നാളെ രാവിലെയും ആത്മാക്കൾക്ക് വേണ്ടിയും അല്ലേ അതേപോലെ പ്രകൃതിയുടെ 5 തത്വങ്ങൾക്ക് വേണ്ടിയും നമുക്ക് യോഗദാനം ചെയ്യാം അല്ലേ, പിതൃതർപ്പണം ചെയ്യാം. പിന്നെ ഏറ്റവും വലിയ പിതാമഹൻ നമ്മുടെ എല്ലാവരുടെയും ആരാണ്? സ്വയം പരമേശ്വരനാണ്, പ്രകൃതിപതി അല്ലേ, സർവേശ്വരനാണ്, വിശ്വനാഥനാണ്. അതുകൊണ്ട് പരമാത്മാവിനെയും സ്നേഹത്തോടെ സ്മരിക്കാനുള്ള സർവ്വഗുരുക്കന്മാരുടെയും ഗുരു, എല്ലാ മാതാക്കളുടെയും മാതാവ്, എല്ലാ പിതാക്കന്മാരുടെയും പിതാവ്, എല്ലാ അധ്യാപകന്മാരുടെയും അധ്യാപകനാര പരംപിതാ പരമാത്മാ സർവേശ്വരനെയും നന്ദിയോടെ സ്നേഹത്തോടെ ആദരവോടെ സ്മരിക്കാനും പരമാത്മാ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഓരോ ചുവടുകളും വയ്ക്കും. കാരണം നമ്മൾ ഈ കഴിഞ്ഞ 10-22 ദിവസം കൊണ്ട് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? സർവേശ്വരനല്ലേ. നമുക്ക് വെളിച്ചം തന്നുകൊണ്ടിരിക്കുകയല്ലേ. വെളിച്ചമേ നയിച്ചാലും എന്ന് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, ചുമരുകളിലെ സ്ലോഗൻ കണ്ടിട്ടില്ലേ? ഇപ്പോൾ ആ വെളിച്ചം വന്ന് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വെളിച്ചത്തിലൂടെ തന്നെ സഞ്ചരിക്കും എന്ന് പ്രതിജ്ഞയെടുക്കാനുള്ള വേളയാണ് ഇത്. നമുക്ക് ആരംഭിക്കാം. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഈ മെഡിറ്റേഷൻ നിങ്ങൾക്ക് നാളെ രാവിലെ സ്വയം ചെയ്യാമെങ്കിൽ സ്വയം ചെയ്യാം, അല്ല ഹെൽപ്പ് വേണമെങ്കിൽ ഇതേ മെഡിറ്റേഷൻ കമൻട്രി നിങ്ങൾക്ക് നാളെ രാവിലെ ഉപയോഗിക്കാം. എന്ത് ചടങ്ങ് ചെയ്യുകയാണെങ്കിലും മനസ്സിനെ ഈ രീതിയിൽ സെറ്റ് ചെയ്തുകൊണ്ട് ചെയ്യൂ. ഇനി ചടങ്ങായിട്ട് ചെയ്യാൻ പറ്റാത്തവരും ഇതേ മാനസികാവസ്ഥയിലിരുന്ന് ഏറ്റവും നല്ലതാണ് രാവിലെ എത്ര നേരത്തെ എഴുന്നേറ്റ് ചെയ്യാമോ അത്രയും നല്ലത്. ഒരു 4 മണി സമയത്താണെങ്കിൽ വിശ്വത്തിൽ നമ്മൾ ലക്ഷക്കണക്കിന് പേര് ഒരുമിച്ചിരുന്ന് മെഡിറ്റേഷൻ ചെയ്യും. ആ സമയത്ത് നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ 5 മണിക്കാണ് അല്ലെങ്കിൽ 6 മണിക്കാണ്, നിങ്ങൾ ഏതാണോ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയം, പ്രഭാത സമയത്തിൽ ഈ സങ്കല്പത്തോടു കൂടി നമുക്കെല്ലാവർക്കും ചെയ്യാം. കുടുംബസമേതം ഇരുന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്.